സുന്നി യുവജന സംഘത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം എന്ന നിലയിൽ ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് ചരിത്രമുറങ്ങുന്ന തൃശ്ശൂരിൻ്റെ മണ്ണിൽ ആമ്പല്ലൂരിൽ ഇന്ന് മുതൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന ഈ മഹാസമ്മേളനത്തിന് നേതൃത്വം നൽകുന്ന SYSൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് താഹ സഖാഫി, SYSൻ്റെ ജനറൽ സെക്രട്ടറിയും പ്രിയപ്പെട്ട സുഹൃത്തുമായ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി, കേരള മുസ്ലിം ജമായത്തിൻ്റെ തന്നെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട സയ്യിദ് ഖലീദ ഇബ്രാഹിം, ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ സംഘാടക സമിതിയുടെ ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് കാസിം, കൺവീനർ പ്രിയപ്പെട്ട സുഹൃത്തും ജ്യേഷ്ഠ സഹോദരനുമായിട്ടുള്ള ഫസൽ തങ്ങൾ, വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, സഹോദരന്മാരെ, ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി പറഞ്ഞതുപോലെ 7 മണിക്ക് എത്തിച്ചേരണം എന്ന് നിശ്ചയിച്ചപ്പോൾ കൃത്യം 7 മണിക്ക് തന്നെ നിങ്ങളുടെ സമ്മേളനത്തിൽ എത്തിച്ചേർന്നതുപോലെ തന്നെ ധാരാളമായ പ്രാസംഗികരുള്ള ഒരു സമ്മേളനത്തിൽ നിങ്ങൾ നൽകിയ കുറിപ്പിൽ പറഞ്ഞതുപോലെ തന്നെ അനുവദിക്കപ്പെട്ട 15 മിനിറ്റിനകം അവസാനിപ്പിക്കുക എന്നതുകൂടി പ്രാസംഗികൻ്റെ ഒരു മര്യാദയായതുകൊണ്ട് ആ കടമ നിർബന്ധമായി ഞാൻ പൂർത്തീകരിക്കും എന്നാദ്യമേ നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന ഏറ്റവും കാലിക പ്രസക്തമായിട്ടുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് 10,000-ഓളം സ്ഥിരാംഗങ്ങളും പിന്നെ SYSനെയും കേരള മുസ്ലിം ജമായത്തിനെയും സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകളും ഒത്തുചേരുന്ന ഈ മഹാസമ്മേളനം തൃശ്ശൂരിൽ തന്നെ വെച്ചു നടക്കാൻ നിശ്ചയിച്ച SYSൻ്റെ ഭാരവാഹികളെ ഞാൻ ആദ്യം തന്നെ തൃശ്ശൂർ ജില്ലയിലെ ചുമതലക്കാരനായിട്ടുള്ള മന്ത്രി എന്ന നിലയിൽ സ്നേഹപൂർവ്വം നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്യാൻ, അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നാളെ കൃത്യസമയത്തു തന്നെ കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും ഈ സമ്മേളനത്തിൽ എത്തിച്ചേരും. കേരള യുവജന സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനമായും അതിൻ്റെ ബ്രോഷറിൽ പറഞ്ഞ ഒരു കാര്യവും നേരത്തെ ജനറൽ സെക്രട്ടറി ഇവിടെ പറഞ്ഞതുപോലെ സുന്നി വോയിസിൻ്റെ എഡിറ്റോറിയൽ പറഞ്ഞ ഒരു വാചകവും ആദ്യമേ നിങ്ങളെ തന്നെ ബഹുമാനിക്കാൻ നിങ്ങൾ ഉയർത്തിപ്പിടിച്ച 2 വരികൾ ഇവിടെ പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ ബ്രോഷറിൽ സൂചിപ്പിച്ചതുപോലെ വർത്തമാനകാല ഇന്ത്യയുടെ സാഹചര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യരായിട്ടുള്ള മലയാളിക്ക് ഒരു യുവജന സമ്മേളനം അത് ഏതിൻ്റേതാണെങ്കിലും നടത്തുമ്പോൾ പറയേണ്ട അർത്ഥപൂർണമായൊരാശയം നിങ്ങൾ പറഞ്ഞു വയ്ക്കുകയാണ്. തീഷ്ണ യൗവനത്തിൻ്റെ അഭിലാഷങ്ങളെയും ആകുലതകളെയും അഭിസംബോധന ചെയ്യുകയാണ് കേരള യുവജന സമ്മേളനം. ഭാവിയെ നിർമ്മിക്കുന്ന യുവതയുടെ ശീലങ്ങളെ നവീകരിക്കുന്ന ചിന്തകളുടെ വെളിച്ചമാകും ഈ സമ്മേളനം. കേരളത്തിന് ഒരു യുവജന സമ്മേളനത്തിന് കൊടുക്കാവുന്ന ഉറപ്പ് ഇതിനേക്കാൾ വലിയ ഒന്നുമില്ല എന്ന് വളരെ അഭിമാനത്തോടെ ഈ ഘട്ടത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ മുഴുവൻ ശില്പികളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. കേരളം പ്രതീക്ഷിക്കുന്നത് അതാണ്. ഇവിടെ നിങ്ങളോട് വായിക്കണം എന്ന് പറയുന്ന സുന്നി വോയിസിൽ എഡിറ്റർ ഇൻചാർജ് ഏറ്റവും മനോഹരമായി എഴുതിയ അതിൻ്റെ ആമുഖ കുറിപ്പിൽ പറയുന്നു, SYS കേവലം ഒരു സംഘടനയല്ല, ഉമ്മത്തിൻ്റെ ആത്മാഭിമാനമാണ്. വ്രണതരും നിരാശഭരിതരുമായ ഒരു സമൂഹത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ച ജീവശ്വാസവുമാണ്. ഇതിനേക്കാൾ വലിയ മറ്റൊന്നും രണ്ടാമതും നിങ്ങൾക്ക് പറയാനില്ല. ഞാൻ ഏറ്റവും ബഹുമാന്യനായ മുസ്ലിം ജമായത്തിൻ്റെ ജനറൽ സെക്രട്ടറി സയ്യിദ് ഖലീദ ഇബ്രാഹിമിനോട് പറയുകയായിരുന്നു, SYSൻ്റെ ഈ പറയപ്പെടുന്ന മുദ്രാവാക്യങ്ങൾ കേവലം വർത്തമാനങ്ങളിൽ ഒതുങ്ങുന്ന ഒന്നല്ലെന്നും ആ വർത്തമാനങ്ങളുടെ തീവ്രതയും ആ വർത്തമാനങ്ങളുടെ കരുത്തും ആ വർത്തമാന മുദ്രാവാക്യങ്ങളുടെ ഏറ്റവും കഠിനമായ അനുഭവങ്ങളും ഏതാണ്ട് 1 മാസക്കാലം ജീവിതം കൊണ്ട് അനുഭവിക്കാൻ അവസരമുണ്ടായ ഒരു മന്ത്രിയാണ് ഞാനെന്നും പറഞ്ഞു വെച്ചു SYSൻ്റെ സ്വാന്തനം എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരുടെ സമാനതകളില്ലാത്ത വിധം ചൂരൽമലയിൽ നടന്ന പ്രവർത്തനത്തിൻ്റെ മുമ്പിൽ. ഇന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഗവൺമെൻറ്റിന് വേണ്ടി പങ്കുവയ്ക്കാനുണ്ട്. ജൂലൈ 30 പുലർച്ചെ
ചൂരൽമല എന്ന പ്രദേശത്ത് പുഞ്ചിരിമുറ്റവും അട്ടാമലയും ആറാമലയുമായി വിഭജിച്ചു കിടക്കുന്ന ഒരു ഗ്രാമത്തിൻ്റെ തലയ്ക്കുമീതെ 1782 അടി മുകളിൽ പൊട്ടിയ ഒരു ഉരുളിൻ്റെ പേരിൽ നമ്മുടെ മണ്ണിൽ ഇനിയൊരിക്കലും തിരിച്ചു വരാത്ത വിധം ഒറ്റപ്പെട്ടു പോവുകയും മരണപ്പെട്ടവരെ ഓർത്ത് ദുഃഖിക്കുകയും മരണപ്പെട്ടവരിൽ ബാക്കി നിൽക്കുന്നവരുമായിട്ടുള്ള സമൂഹത്തിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനത്തിന് ജാതി മത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ കേരളം ഒരു മനസ്സായി നിൽക്കുന്ന കാലമാണ്. കൃത്യതയോടുകൂടിയായിരുന്നു കേരളത്തിൻ്റെ തയ്യാറെടുപ്പുകൾ. ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ അവിടെ നടന്ന പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ SYF നടത്തിയ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ ഉയർത്തിപ്പിടിച്ച ജീവശ്വാസത്തിൻ്റെ ഭാഗമാണതെങ്കിലും ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു മന്ത്രി എന്ന നിലയിൽ ഈ മഹാസമ്മേളനത്തിൽ വെച്ച് അതിൻ്റെ പ്രവർത്തകർക്ക്, അവിടെ അണിനിരന്നവർക്ക്, അവരെ നയിച്ചവർക്ക്, അവർക്ക് ആശയം കൊണ്ട് കരുത്തു പകർന്ന എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് സർക്കാരിന് വേണ്ടി നൽകാൻ ഞാൻ ഈ അവസരം സന്തോഷപൂർവ്വം ഉപയോഗിക്കുകയാണ്. അവിടെ ഒരു അനുഭവം ഉണ്ടായി. SYSൻ്റെ പ്രവർത്തകർക്കെല്ലാം ചോദിച്ചാൽ അറിയാം. ആദ്യത്തെ മനുഷ്യനെ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ മുതൽ ബുറയിൽ ഗ്രൗണ്ടിൽ പല പേരുകളിലിട്ട ടീഷർട്ടുകളുടെ മുഖങ്ങളിൽ അണിഞ്ഞ PP കിറ്റിൽ ജാതി മറന്ന് മതം മറന്ന് രാഷ്ട്രീയം മറന്ന് ഒരുമിച്ച് അച്ഛനാണോ അമ്മയാണോ ഉമ്മയാണോ അമ്മയാണോ സഹോദരനാണോ സഹോദരിയാണോ എന്നറിയാതെ പൂർണ്ണമായ മൃതശരീരങ്ങൾ മാത്രമല്ല മൃതശരീരാവശിഷ്ടങ്ങളും ബുറയിലിന് വിധേയമാക്കുമ്പോൾ സർവമത പ്രാർത്ഥനയും ഗൂഗിൾ സല്യൂട്ടുമായി അങ്ങനെ യാത്രയാക്കുന്ന ഓരോ മൃതശരീരത്തിൻ്റെ പാക്കറ്റിനെയും സ്വന്തം കുടുംബാംഗം പോലെ ചേർത്തു പിടിക്കുന്നതിൽ നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു. എന്നെ അഭിമാനം കൊള്ളിച്ച പല വസ്തുതകളിലൊന്ന്, അവിടെയുള്ള വലിയ ജനകീയ തെരച്ചിൽ നമ്മൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. വന്നവരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം, ചൂരൽമലയിൽ പുതിയതായി നിർമ്മിച്ച ബെയിലി പാലത്തിൻ്റെ ഇപ്പുറത്ത് ഏതാണ്ട് 100 മീറ്റർ അക്കറത്ത് അവസാനത്തെ രാത്രി വിവാഹാഘോഷത്തിൻ്റെ ചെറുതെങ്കിലും ഒരു പാർട്ടി നടന്ന്, എന്നാൽ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ പൂർണ്ണമായും മണ്ണിനടിയിലേക്ക് പോയ ഒരു കുടുംബത്തിൻ്റെ തെരച്ചിൽ കേന്ദ്രത്തിൽ എത്തിച്ചേർന്നത് അന്ന് സ്വാന്തനത്തിൻ്റെ പ്രവർത്തകരാണ്. മന്ത്രി എന്ന നിലയിൽ ഞാനും എൻ്റെ സഹമന്ത്രിമാരും എല്ലാം നിൽക്കുമ്പോൾ എൻ്റെ കൺമുമ്പിൽ വെച്ചാണ് ആ വീട്ടിൽ കട്ടിലിൻ്റെ അടിയിലേക്ക് താന്നുപോയി ഓർമ്മകളോടൊപ്പം കൈവിട്ടുപോയി എന്ന് കരുതിയ ആ വീട്ടിലെ ആരോ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളിൽ കിളി കൂടുവെക്കുന്നത് പോലെ സൂക്ഷിച്ചു വെച്ച ഇത്തിരി പൊന്ന് കണ്ടുകിട്ടി നെഞ്ചോട് ചേർത്തു പിടിച്ച് സാന്ത്വനത്തിൻ്റെ പ്രവർത്തകർ ഞങ്ങളെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. ഇതാ നഷ്ടപ്പെട്ടു പോയ ഇത്തിരി പൊന്ന് അഭിമാനത്തോടെ കിട്ടി, അത് ഈ കുടുംബത്തിൻ്റെയാണ് എന്ന് ഞങ്ങൾ പറയുന്നു. സർക്കാരിലേക്ക് ഞങ്ങളിത് കൈമാറുന്നു. സത്യസന്ധതയുടെ ജീവശ്വാസം സാന്ത്വനത്തിൻ്റെ പ്രവർത്തകർ നടത്തിയ സമാനതകളില്ലാത്തൊരു അനുഭവത്തിൻ്റെ മുമ്പിൽ അവിടെയാണ് നിൽക്കുന്നത്. കേരളത്തിൽ നമ്മളിപ്പോൾ നിങ്ങളുടെ 70 വർഷക്കാലത്തെ ആഘോഷങ്ങളുടെ വേളകൾ 7 പതിറ്റാണ്ടു പിന്നിട്ട അനുഭവങ്ങളുടെ കരുത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന മുഖമുദ്രാവാക്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ അവതരിപ്പിക്കപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടല്ലോ. കമ്മ്യൂണൽ ഹാർമണി, സോഷ്യലിസ്റ്റ് ആക്ടിവിസം, പ്രാദേശിക ചരിത്ര പഠനം, പരിസ്ഥിതി സംരക്ഷണം, ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ, ഡിജിറ്റൽ ലിറ്ററസി, തൊഴിൽ, സംരംഭകത്വം, സാമ്പത്തിക സാക്ഷരത, മിനിലിസം. എത്ര അച്ചടക്കത്തോടെയാണ്, എത്ര ചിട്ടയോടെയാണ് ആധുനിക കേരളം നിർബന്ധപൂർവം അറിഞ്ഞിരിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായ ശീലുകളുടെ വഴികളിലൂടെ പോകാൻ 7 പതിറ്റാണ്ട് നീണ്ടു നിന്ന ആഘോഷങ്ങളുടെ ഒരു കാലത്തെ നമുക്ക് ചിട്ടപ്പെടുത്താനായത്. കേരളത്തിൻ്റെ സൗഹൃദം എന്നതാണ് ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സെഷൻ്റെ മുദ്രാവാക്യം. ഞാൻ സംസാരിച്ചാലേറെ നേരം എടുക്കും എന്നുള്ളത് കൊണ്ട് അത്തരമൊരു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കേരളം ലോകത്തിൻ്റെ മുമ്പിൽ നാം അഭിമാനത്തോടെ അവതരിപ്പിക്കുന്ന ഒരിടമാണ്. കേരളം ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനത്തോടെ മറ്റു പലതിനും മറുപടിയായി കേരളം വയ്ക്കുന്നൊരു ബദലാണ്. അത് ആരോഗ്യത്തിലാകട്ടെ, വിദ്യാഭ്യാസത്തിലാകട്ടെ, സാമ്പത്തിക നയത്തിലാകട്ടെ, ഭൂപരിഷ്കരണത്തിലാകട്ടെ, സഹജീവി സ്നേഹത്തിലാകട്ടെ, ലോകത്തിൻ്റെ മുമ്പിൽ അക്ഷരാർത്ഥത്തിൽ ഈ കൊച്ചു കേരളം നമ്മളെല്ലാവരും ചേർന്ന് ഭരണപ്രതിപക്ഷമില്ലാതെ മൂക്ക് താഴോട്ട് നീണ്ട 3.5 കോടി മലയാളികളുടെ ജീവശ്വാസം പോലെ നാം അവതരിപ്പിക്കുന്ന ഒരു സാംസ്കാരിക നിലപാട് തറയുണ്ട്. ആ സാംസ്കാരിക നിലപാട് തറയെപ്പോലും ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നു.
രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസം എന്ന് വിളിക്കാവുന്ന വിധത്തിൽ തങ്ങൾക്കിഷ്ടമില്ലാത്തൊന്നിനെയും നാട്ടിൽ വെച്ചു പൊറുപ്പിക്കാനേ ഇടമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന അപകടകരമായൊരു വർത്തമാനകാലത്തിൻ്റെ മുമ്പിലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത്. എല്ലാം ഒന്നു മതി എന്ന് നിർബന്ധപൂർവം നിശ്ചയിക്കുന്ന ഒരു കാലം. ഒരു മതം, ഒരു ജാതി, ഒരു ഭാഷ, ഒരേ വസ്ത്രധാരണം, ഒരേ നികുതി, ഒരേ തിരഞ്ഞെടുപ്പ്, കടന്ന് ഇനി ഒരേ ഒരു നേതാവ് എന്ന് പറയപ്പെടുന്ന വിധത്തിൽ അകലങ്ങളിൽ എന്ന് നാം ഭീതിയോടെ കണ്ടിരുന്ന ഫാസിസം വീടിൻ്റെ തൊട്ടടുത്ത് വന്നു നിന്ന് ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിക്കുന്നത് ഭരണകൂടത്തിൻ്റെ ഭാഷയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന വിധത്തിൽ വളർത്തപ്പെട്ട ഒരു കാലം. ഭരണഘടന പോലും ചോദ്യം ചെയ്യപ്പെടുന്ന, ഭരണഘടനയുടെ വിശുദ്ധമായ ആമുഖത്തെ പോലും കീറി മുറിച്ചെറിയാൻ കേവലമായ ഭൂരിപക്ഷത്തിൻ്റെ കണക്കുകൾ മാത്രം നിരത്തിയാൽ മതി എന്ന് വാദിക്കപ്പെടുന്ന ഒരു കാലം. മതനിരപേക്ഷതയ്ക്ക്, ബഹുസ്വരതയ്ക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന അടിസ്ഥാനപരമായ മൗലികാവകാശങ്ങൾക്ക് ഇന്ത്യയുടെ മണ്ണിൽ സ്ഥാനമില്ല എന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു ഭീകരാന്തരീക്ഷം നമ്മുടെ തലയ്ക്കുമീതെ വളരുന്നു. ജനാധിപത്യത്തിൻ്റെ, ഫെഡറലിസത്തിൻ്റെ, പരമാധികാരത്തിൻ്റെ, സ്വാഭിമാനത്തിൻ്റെ, സ്വാശ്രയത്വത്തിൻ്റെ കുളിർകാറ്റേറ്റുവാങ്ങുമെന്ന് പ്രതീക്ഷിച്ച നമ്മുടെ രാജ്യം അതിഭീകരമായ കറുത്ത നാളുകളുടെ ഇരുണ്ട അധ്യായങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരു ഘട്ടത്തിൽ പെറ്റമണ്ണിൻ്റെ മാനാഭിമാനങ്ങളെ സംരക്ഷിക്കാൻ കൂട്ടായ്മയല്ലാതെ മറ്റെന്തു മാർഗമുണ്ട് നമ്മുടെ മുമ്പിൽ എന്നതാണ് നമ്മുടെ ചോദ്യം. നമ്മുടെ നാടിൻ്റെ സംസ്കാരവും സൗഹൃദവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒന്നാണ് കേരളം എന്ന നാട്. ഇന്ത്യയിൽ നിന്ന് കേരളത്തിൻ്റെ വ്യത്യാസം, കേരളം ഇവിടെ ജനാധിപത്യത്തെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ലോകം കാണാനും അനുഭവിക്കാനും കൊതി തോന്നുന്നൊരു നാടാണ് കേരളം. അത് നമ്മൾ കടന്നു പോകുന്ന നാട്ടുവഴിയുടെയോ വയൽവരമ്പുകളുടെയോ പുഴയുടെയോ കാടിൻ്റെയോ കടൽപ്പുറത്തിൻ്റെയോ സൗന്ദര്യം കൊണ്ട് മാത്രമല്ല. കേരളം അവതരിപ്പിച്ച ഒരു സാമൂഹിക പശ്ചാത്തലമുണ്ട്. ഭ്രാന്താലയം എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഈ കേരളം എല്ലാവർക്കും തുല്യനീതി അനുഭവപ്പെടുന്നൊരു നാടായി മാറിയതിൻ്റെ പിന്നിൽ വലിയ സമരങ്ങളുടെ, വലിയ ഇടപെടലുകളുടെ, കൂട്ടായ മുന്നേറ്റങ്ങളുടെ വലിയ ചരിത്രമുണ്ട് എന്ന് നമുക്ക് മറക്കാനാകില്ല. ലോകത്തിൻ്റെ മുമ്പിൽ കേരളം ഒരു മോഡൽ അവതരിപ്പിച്ചത് എങ്ങനെയാണ്? ഇപ്പോൾ ലോകത്തിലെത്തിച്ചേരുന്ന എല്ലാ വൈദേശികരോടും കൈനീട്ടി വിളിച്ച് നമ്മുടെ നാട്ടിലേക്ക് നാം സ്വാഗതം ചെയ്യുമ്പോൾ അഭിമാനത്തോടെ നാം പറയും, കേരളത്തെ ഗോഡ്സ് ഓൺ കൺട്രി, കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഇവിടെ മലകളും പുഴകളും കാട്ടരുവിയുടെ താളവും കാട്ടാറിൻ്റെ ഒഴുക്കും മനോഹരമായ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയും കൊണ്ടല്ല കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടായി മാറിയത്. ഇവിടെ നാം എല്ലാത്തിനെയും അനുവദിക്കുന്ന ഒരു നാടാണ്. ഇൻക്ലൂസീവാണ് കേരളം. ഇവിടെ നാം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന നാടാണ്. ഇന്ത്യ പറഞ്ഞ ബഹുസ്വരത അക്ഷരാർത്ഥത്തിൽ അനുഭവിക്കുകയും അതനുഭവിക്കാൻ തലമുറകൾക്ക് അവസരം കൊടുക്കുകയും ചെയ്ത നാടാണ് ഈ കേരളം എന്നുള്ളത് കൊണ്ടാണ് ഭൂപരിഷ്കരണത്തിൻ്റെ, ആരോഗ്യരംഗത്തെ വലിയ മാറ്റത്തിൻ്റെ, വിദ്യാഭ്യാസ മേഖലയിലെ സമാനതകളില്ലാത്ത ഇടപെടലിൻ്റെ, അങ്ങനെ എത്രയോ വലിയ മതസൗഹാർദ്ദാന്തരീക്ഷങ്ങളുടെ, മതനിരപേക്ഷതയുടെ, മനുഷ്യനാണ് പ്രധാനമെന്ന് ചിന്തിക്കാൻ പറ്റുന്ന ധാരണയുടെ ഒരിടമാണ് കേരളം എന്നുള്ളത് കൊണ്ടാണ് കേരളത്തെ കേരളമായി കാണാനും ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ മതസൗഹാർദ്ദത്തിൻ്റെ നാടായി, മനുഷ്യജീവിതത്തിൻ്റെ നാടായി, കേരള മോഡലായി ലോകത്തിൻ്റെ മുമ്പിൽ കേരളത്തിന് വളർന്നു വരാനും കഴിഞ്ഞത് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവിനെ ഇപ്പോൾ പല വിധത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന വിധത്തിൽ നേരത്തെ എന്തിനെല്ലാമാണോ നാം എതിർക്കാൻ തീരുമാനിച്ചത് അവയെല്ലാം കമ്പോളത്തിൻ്റെ പുതിയ രൂപങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്ന ഒരു കാലം. അച്ഛനും അമ്മയെയും മക്കൾ എങ്ങനെ സ്നേഹിക്കണമെന്നും മക്കളെ അച്ഛനമ്മമാരെങ്ങനെ സ്നേഹിക്കണമെന്നും കണക്ക് കൂട്ടേണ്ടത് കേവലമായ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണെന്ന് കമ്പോളം അപകടകരമായ വിധത്തിൽ നമ്മളോട് വിളിച്ചു പറയുകയും ജീവിത മൂല്യങ്ങൾക്ക് നമുക്കിടയിൽ ഒന്നും തന്നെ സ്വാധീനിക്കാനാകില്ലെന്നും സമ്പത്താണ് എല്ലാ ചിന്തകളുടെയും അടിസ്ഥാനമെന്നും കമ്പോളം വിളിച്ചു പറയുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് എന്നുള്ളത് കേരളത്തിൻ്റെ സൗഹൃദാന്തരീക്ഷത്തെ, കേരള മോഡലിനെ തിരുത്താൻ ശ്രമിക്കുന്ന ശക്തികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നമാണ്.
കേരള യുവജന സമ്മേളനം തീർച്ചയായും ശ്രമിക്കുന്നത് മനുഷ്യനായി ജീവിക്കാൻ വേണ്ടിയുള്ളൊരു കാലത്തിന് വേണ്ടിയാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സമയമാണ് ഞാൻ നോക്കിയത്, വൈകുന്നില്ല എന്നുള്ളത് കൊണ്ട് ഒരു ചെറിയ കഥ ആ കൂട്ടത്തിൽ പറയണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാനിപ്പോൾ മന്ത്രിയായി 3.5 വർഷക്കാലമായി. നിങ്ങളുടെ തൊട്ടപ്പുറത്ത്, ഈ പൊതുയോഗം നടക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്താണ് എൻ്റെ മണ്ഡലം. കൊല്ലൂരിൽ നിന്ന് രണ്ടാമതും വിജയിച്ച് MLA ആയി മന്ത്രിയായി ഞാൻ ആദ്യം പോയ ഇടങ്ങളിലൊന്ന് എന്നെ പഠിപ്പിച്ച എൻ്റെ സ്കൂളാണ് അന്തിക്കാട് ഹൈസ്കൂൾ. അന്തിക്കാട് ഹൈസ്കൂളിലെയും LP സ്കൂളിലെയും വിദ്യാർത്ഥികളും അധ്യാപകരും മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പഴയ ശിഷ്യനെ, ഒരു പഴയ സ്കൂൾ കുട്ടിയെ സ്വീകരിക്കാനുള്ള ആവേശത്തോടെ കാത്തു നിന്നിരുന്നു, ഞങ്ങളുടെ പഴയ അധ്യാപികമാർ ഉൾപ്പെടെ. സാധാരണ എല്ലാ സമ്മേളനത്തിലും പോയാൽ സമ്മാനമായി നമുക്ക് തരിക, കിട്ടാൻ കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമുള്ളൊരു ശിലയാണ്, കൊണ്ടുപോയി വീട്ടിൽ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന ഒന്ന്. അങ്ങനെ കൊടുക്കുന്നതിൽ തെറ്റുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അന്തിക്കാട് സ്കൂളിൽ ഞാൻ ചെന്നപ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്ന HM-ഉം ഇപ്പോഴത്തെ HM-ഉം കൂടി എനിക്കൊരു കവർ നൽകി സ്വീകരിച്ചു. എനിക്കൊരു വലിയ അനുഭവമായിരുന്നു അത്. കവർ എന്താണെന്ന് ഞാൻ അപ്പോൾ തന്നെ പൊളിച്ചു നോക്കി. എൻ്റെ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അത്തവണത്തെ സ്കൂൾ കലോത്സവത്തിന് എഴുതി 1ാം സമ്മാനം കിട്ടിയ ഒരു ചെറുകഥ തന്നാണ് ആ സ്കൂളിലെ അധ്യാപകർ എന്നെ സ്വീകരിച്ചു. ഒരു വ്യത്യസ്തമായ അനുഭവം. ആ ചെറുകഥ ടാഗോറിൻ്റെ പോസ്റ്റ്മാൻ എന്ന കഥയുമായി വല്ലാത്ത സാമ്യമുള്ള ഒരു ചെറുകഥയാണ്. ആരോ പറഞ്ഞുകൊടുത്ത കഥയാൽ സ്വാധീനിക്കപ്പെട്ട ഒരു കൊച്ചു പെൺകുട്ടി എഴുതിയ കഥ. ആ കഥ ഒരു ഹിന്ദു കുടുംബത്തിലെ ഒരു മുത്തച്ഛനെയും മുത്തശ്ശിയെയും കുറിച്ചുള്ള കഥയാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, രാവിലെ മുതൽ രാത്രി കിടക്കും വരെ അമ്പലത്തിൽ തന്നെ താമസിക്കുന്ന ഒരു കുടുംബം. മുത്തച്ഛനും മുത്തശ്ശിയും പ്രായമേറെ വൈകി, മക്കളാരുമില്ല, ഒരൊറ്റപ്പെട്ട കുടിൽ. രാവിലെ വന്നാൽ കടക്കാരൻ കൊടുക്കുന്ന ഒരു ചെറിയ ഭക്ഷണത്തിൽ ആരംഭിച്ച് ഉച്ചയ്ക്ക് അമ്പലത്തിലെ തിരുമേനി കൊടുക്കുന്ന ഉണക്കച്ചോറിൽ ഉച്ചഭക്ഷണം അവസാനിപ്പിച്ച് വൈകുന്നേരം തട്ടുകടക്കാരൻ സൗജന്യമായി കൊടുക്കുന്ന ഒരു കാപ്പി കുടിച്ച് രാത്രി തിരിച്ചമ്പലത്തിൽ നിന്ന് പോരുമ്പോൾ വെജിറ്റേറിയൻ കടക്കാരൻ കൊടുക്കുന്ന 2 ചപ്പാത്തിയിലും ഇത്തിരി കുറുമയിലും അന്നത്തെ ഭക്ഷണം അവസാനിപ്പിക്കുന്ന, ഒന്നും സമ്പാദിക്കാനില്ലാത്ത, ഒന്നും സമ്പാദിച്ചു വെക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ചെറിയ കൂരയ്ക്കകത്ത് താമസിക്കുന്ന ഒരു മുത്തച്ഛനും മുത്തശ്ശിയും. കുട്ടി പറയുകയാണ്, ഒരു ദിവസം മുത്തച്ഛന് കഠിനമായിട്ടുള്ളൊരു നെഞ്ചുവേദന വന്ന് നാട്ടുകാരെയൊക്കെ ഈ അമ്മൂമ്മ വിളിച്ചുകൂട്ടി അവിടുത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടർ വെച്ച് നോക്കി, ചില പരിശോധനകളൊക്കെ നടത്തിയിട്ട് ഈ അമ്മൂമ്മയോട് പറഞ്ഞു, ഭർത്താവിന് കഠിനമായിട്ടുള്ളൊരു ഹൃദ്രോഗം വന്നിരിക്കുകയാണ്, ആദ്യഘട്ടം എന്ന നിലയിൽ കുറച്ച് മരുന്ന് കഴിക്കണം, ഇവിടെ ഉള്ള മരുന്നിൻ്റെ സാമ്പിൾ യൂണിറ്റുകളൊക്കെ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്, എങ്കിലും ഒരു പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്, അടുത്ത കടയിൽ പോയാൽ കിട്ടും. അമ്മൂമ്മ മുത്തച്ഛനെ കൊണ്ട് കിടത്തിയിട്ട് തിരിച്ച് ഈ കടയിലേക്ക് വന്നിട്ട് ഈ പ്രിസ്ക്രിപ്ഷൻ എടുത്തു കൊടുത്തപ്പോൾ അമ്മൂമ്മയുടെ ഒരു രൂപഭാവം കണ്ടിട്ട് കയ്യിൽ പണമില്ലെന്ന് മനസ്സിലാക്കിയ എടുത്തു കൊടുപ്പുകാരിയായിട്ടുള്ള ഫാർമസിസ്റ്റ് പറഞ്ഞു, അമ്മൂമ്മേ ഈ മരുന്നൊക്കെ മേടിക്കണമെങ്കിൽ ഒരു 500 രൂപയെങ്കിലും വരും. അമ്മൂമ്മ 500 രൂപ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം അമ്മൂമ്മ പൊട്ടിക്കരഞ്ഞു ഈ കുട്ടിയുടെ മുമ്പിൽ. ഈ കുട്ടി പറഞ്ഞു, അമ്മൂമ്മയെ വിഷമിക്കണ്ട, അടുത്തുള്ള ഒരു വലിയ മുതലാളിയുണ്ട്, അയാളോട് പോയി ചോദിച്ചാൽ ഒരു പക്ഷേ അയാൾ പണം തരുമായിരിക്കും. ഇവർ പോയി അപ്പുറത്തെ വീട്ടിലെ മുതലാളിയെ കണ്ട് തൊഴുതിട്ട് പറഞ്ഞു, മുതലാളി, എൻ്റെ ഭർത്താവ് കഠിനമായിട്ടുള്ളൊരു നെഞ്ചുവേദന വന്നിട്ട് ഇങ്ങനെ പ്രയാസപ്പെടുകയാണ്, ഒരു 500 രൂപ തന്നാൽ എൻ്റെ ഭർത്താവ് മരണത്തിൽ നിന്ന് രക്ഷപ്പെടും. ആ മുതലാളി ഒരു നല്ല മൂഡിലായിരുന്നില്ല എന്നാണ് 8ാം ക്ലാസ്സുകാരി കുട്ടി കഥയിൽ എഴുതിയിട്ടുള്ളത്. മുതലാളി നല്ല മൂഡിലായിരുന്നില്ല. അതുകൊണ്ട് മുതലാളി പറഞ്ഞു, നിങ്ങൾക്ക് ഞാനെന്തിനാ പൈസ തരുന്നത്, നിങ്ങൾ ദൈവത്തിനോട് ചോദിച്ചാൽ പോരെ, ദൈവം പൈസ തരുമല്ലോ. ഇത് കേട്ടിട്ട് ഈ അമ്മൂമ്മ വളരെ നിഷ്കളങ്കമായി മുതലാളിയോട് പറഞ്ഞു, ദൈവത്തിനോട് ചോദിക്കുക. എങ്ങനെ ദൈവത്തിനോട് ചോദിക്കും, ഞാൻ ആകെ കാണുന്നത് ആ ഇത്തിരിയുള്ള ഇമ്രാന്തിരിയാണ്, അയാൾ ആണെങ്കിൽ അട്ടിക്ക് വകയുമില്ല, അയാളോട് ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല, ദൈവത്തിനോട് എങ്ങനെ ഞാൻ ചോദിക്കും. ഇയാൾ കളിയാക്കിയിട്ട് ഈ അമ്മൂമ്മയോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ദൈവം ദേവലോകം സ്വർഗം പിയോ എന്ന വിലാസത്തിൽ ഒരു കത്തെഴുതിയാൽ മണി ഓർഡറായി ദൈവം പണം അയച്ചു തരും. ഈ പാവപ്പെട്ട അമ്മൂമ്മ കത്തെഴുതി പോസ്റ്റ് ബോക്സിൽ കൊണ്ടിട്ടിട്ട് ആ ബോക്സിനെയും ഒന്ന് തൊഴുതു തലോടി പ്രാർത്ഥിച്ചു. അന്ന് സീല് വയ്ക്കാനുള്ള ഡെയിലി വേജസിൽ ജോലി ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ എന്ന പോസ്റ്റ്മാൻ സീലടിച്ചു തുടങ്ങിയപ്പോൾ വളരെ വിചിത്രമായിട്ടുള്ള ഒരു വിലാസം കണ്ടു. അയാൾ കത്തെടുത്ത് വായിച്ചു നോക്കി. ആ കത്തിലെഴുതിയിരിക്കുകയാണ്, ദൈവമേ, അങ്ങ് ഒരു 500 രൂപ മണി ഓർഡറായി അയച്ചു തന്നത് എന്നെ ഒന്ന് സഹായിക്കണം. ഇയാൾക്ക് കണ്ണുനീര് വന്നു, കയ്യിലൊരു പൈസയും ഇല്ല. കൂട്ടുകാരോടൊക്കെ ചോദിച്ചു, കാര്യമില്ല. അന്നത്തെ മണി ഓർഡർ ആർക്കെങ്കിലും വന്നാൽ ഇത്തിരി എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, അതും കിട്ടിയില്ല. പിറ്റേന്നായപ്പോൾ ഇയാൾക്ക് സങ്കടമായി, ഈ മുത്തച്ഛനെങ്ങാനും മരിച്ചു പോയാലോ. മോൾക്ക് പാവാട മേടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നൊരു കാശ് കൂട്ടി നോക്കിയപ്പോൾ 420 രൂപയായി.
ഇയാൾ പിന്നെ കാത്തു നിന്നില്ല. പിറ്റേ ദിവസമായി സൈക്കിൾ ചവിട്ടി നേരെ അമ്മൂമ്മയുടെ അടുത്ത് പോയി. അസ്വാഭാവികമായിട്ടൊന്നും തോന്നാതിരിക്കാൻ മണി ഓർഡറിൽ ഒരു പേരും എഴുതിയിട്ട് അമ്മൂമ്മയെ കൊണ്ടൊരു ഒപ്പിടിച്ച് മേടിച്ചിട്ട് അമ്മൂമ്മയ്ക്ക് ഈ 420 രൂപ കയ്യിലങ്ങ് ചുരുട്ടി പിടിച്ചു കൊടുത്തു. ദൈവത്തെ അതുവരെ കണ്ടിട്ടില്ലാത്ത അമ്മൂമ്മ തൊഴുത് ഉണ്ണികൃഷ്ണനോട് പറഞ്ഞു, ദൈവത്തെപ്പോലെ മോനെ ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്, സന്തോഷം. തിരിച്ചു പോകുമ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ പ്രശ്നം, മോളോടും ഭാര്യയോടും ഇത് പറഞ്ഞാൽ അവരെങ്ങനെ പ്രതികരിക്കും? കഞ്ഞി കുടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു തഞ്ചത്തിന് ഭാര്യയോടും മോളോടും പറഞ്ഞു. മോള് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്ന ചിറി തുടയ്ക്കാതെ അച്ഛൻ്റെ കവിളത്തൊരു ഉമ്മ കൊടുത്തു. ഭാര്യ ജീവിതത്തിൽ ആദ്യമായി പുറത്തു തട്ടി പറഞ്ഞു, ഇപ്പോഴാണ് നിങ്ങളൊരു മനുഷ്യനായത്. പിറ്റേന്ന് ഉണ്ണികൃഷ്ണൻ സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ ദാരിദ്ര്യമായിരുന്നില്ല, ചുണ്ടിലൊരു മൂളിപ്പാട്ട് കൂടി ഉണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ നേരെ പോയി വീണ്ടും സീലടി തുടങ്ങിയപ്പോൾ വീണ്ടും ഒരു കത്ത്, ദൈവം, ദേവലോകം, സ്വർഗം പിയ്യോ. ആദ്യം ഐശ്വര്യത്തോടെയാണ് ഇയാൾ എടുത്തു നോക്കിയതെങ്കിൽ ഇത്തിരി ആകാംക്ഷയോടെ ഇയാൾ ഈ കത്തെഴുതി നോക്കി. പണ്ട് കത്തയച്ച അതേ അമ്മൂമ്മ വീണ്ടും ഒരു കത്തയച്ചിരിക്കുന്നു. ഈ പണം കൊടുത്തതിന് ശേഷവും എന്താവുമോ ദൈവമേ പ്രശ്നം എന്ന് കരുതി ഇയാൾ മറച്ചു നോക്കിയപ്പോൾ അമ്മൂമ്മ എഴുതിയിരിക്കുകയാണ്, ദൈവമേ അങ്ങ് എന്തൊരു കാരുണ്യവാനാണ്. ഞാൻ പണം ചോദിച്ച് കത്തയച്ച് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് അങ്ങ് പണം കൊടുത്തയച്ചല്ലോ, ഒരുപാട് നന്ദി. ഒരാവശ്യം കൂടി ബാക്കിയുണ്ട്. ഞങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ എന്നൊരു പോസ്റ്റ്മാൻ ഉണ്ട്. മഹാകള്ളനാണ്. അങ്ങ് കൊടുത്ത കാശിൽ 80 രൂപ അടിച്ചു മാറ്റി ബാക്കി 420 രൂപയെ അയാൾ കൊണ്ടുവന്ന് തന്നുള്ളൂ. അയാളുടെ തലയിൽ ഇടുത്തി വീഴണേ എന്നാണ് ഈ അമ്മൂമ്മ എഴുതിയ കത്ത് എന്നാണ് ഈ കുഞ്ഞുകുട്ടി, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഈ കഥയിൽ എഴുതിയിരിക്കുന്നത്. മനുഷ്യനെ വിശ്വസിക്കാത്ത ഒരു ലോകത്തിൻ്റെ നടുവിലേക്ക് നമ്മൾ നടന്നു പോവുകയാണ്. ഇവിടെയാണ് ചരിത്രത്തിൻ്റെ 70 വർഷക്കാലത്തിൽ 1954 മുതൽ ഇങ്ങോട്ട് ആരംഭിച്ച് ചരിത്രത്തിൻ്റെ വഴിത്താരകളിലൂടെ അഭിമാനപൂർവ്വം സഞ്ചരിച്ച്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ SYS കേവലം ഒരു സംഘടനയല്ല, ഉമ്മത്തിൻ്റെ ആത്മാഭിമാനമാണ്. വ്രണിതരും നിരാശഭരിതരുമായ ഒരു സമൂഹത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ച ജീവശ്വാസവുമാണ് എന്ന് പ്രഖ്യാപിച്ച ഒരു സംഘടനയ്ക്ക് കേരളത്തിൻ്റെ പുതിയ കാലത്ത് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളുടെ ദീർഘമായൊരു പട്ടിക നമ്മുടെ മുമ്പിലുണ്ട്. ആ പട്ടികയാണ് കമ്മ്യൂണൽ ഹാർമണി മുതൽ തൊഴിലും സംരംഭകത്വവും അടക്കം പുതിയ കാലത്തെ യുവതയെ പഠിപ്പിക്കാൻ ആവശ്യമായ പരിസ്ഥിതി പാഠങ്ങൾ ഉൾപ്പെടെ 1 വർഷക്കാലം നിങ്ങൾ പഠിച്ചതും പഠിപ്പിച്ചതും ഇനി പഠിപ്പിക്കാൻ പോകുന്നതും. അവിടെയാണ് SYS എന്ന സംഘടന വ്യത്യസ്തമാകുന്നത്, വ്യത്യസ്തമാകേണ്ടത്. കേരളം എന്ന ഈ മഹാസമ്മേളനത്തിൻ്റെ കീഴിൽ, ഈ നാടിൻ്റെ കീഴിൽ ജീവിതത്തിൻ്റെ ഓരോ അണുവിലും മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുന്ന, കാരുണ്യവാനായ ദൈവം പറഞ്ഞനുഗ്രഹിച്ചിട്ടുള്ള എല്ലാ വചസ്സുകളും എല്ലാ വരികളും അതുപോലെ നടപ്പിലാക്കുമ്പോൾ പ്രകൃതിയെയും ലോകത്തെയും സ്നേഹിക്കാൻ കഴിയുന്ന ആളുകളായി നാം മാറണം എന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരനുഭവം. പ്രിയപ്പെട്ട ഹക്കീം അസ്ഹരി സംഘടിപ്പിച്ച മാനവ സഞ്ചാരം 15 ദിവസക്കാലം കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഉഴുതുമറിച്ചിട്ട SYSൻ്റെ ഹൃദയപൂർണമായ ഒരു മുന്നോട്ടു പോക്കായിരുന്നു. എത്രയോ പേരെ കണ്ടു. പണ്ഡിത ശ്രേഷ്ഠർ മുതൽ കർഷക തൊഴിലാളികൾ വരെ, സമ്പന്നരായ മനുഷ്യർ മുതൽ ദാരിദ്ര്യത്തിൻ്റെ നീറുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയവർ വരെ, സർക്കാരിൽ നിന്ന് സഹായം ലഭിച്ചവരും ലഭിക്കാതെ പോയവരും ഉൾപ്പെടെ, ദുരിതങ്ങളിലൂടെ കയങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും വിശ്വാസത്തെ മുറുകെ പിടിച്ച മനുഷ്യ സ്നേഹമുള്ള മാനവികതയുടെ കൊടിയടയാളങ്ങളായ മനുഷ്യരെ ഉൾപ്പെടെ തൃശ്ശൂരിലും ഏറ്റവും ഗംഭീരമായി ആ യാത്രയെ ഈ തൃശ്ശൂർ മറ്റെല്ലാതിനുമപ്പുറം മനുഷ്യത്വമാണ് പ്രധാനമെന്ന് പ്രഖ്യാപിച്ചൊരു ജാഥയെ സ്വീകരിച്ചു. അവിടെയും ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നിരവധി അനുഭവങ്ങളുണ്ടായി ചൂരൽമലയിൽ, നിരവധി അനുഭവങ്ങളുണ്ടായി ചൂരൽമലയിൽ. പക്ഷേ ആ ചൂരൽമലയിൽ ഒരിക്കലും മറക്കാത്ത, ജീവിതാവസാനം വരെ മനസ്സിൻ്റെ ചുവരുകളിൽ തങ്കലിപികളാൽ എഴുതി പിടിപ്പിക്കപ്പെട്ട 3 വരികൾ ചൊല്ലുന്ന എല്ലായിടത്തിലും ആവർത്തിച്ച് ഞാനത് പറയാറുണ്ട്. ആ 3 വരികൾ ഇങ്ങനെയാണ്. ജൂലൈ 30 രാത്രി 12:30 മണിക്ക് ശേഷം മേപ്പാടിയിലെ ആസ്റ്റർ ആശുപത്രിയുടെ ഭ്രാന്തമായ അന്തരീക്ഷത്തിലൂടെ നടക്കുന്ന നേരം, മരണപ്പെട്ടവരുടെ ദീർഘമായിട്ടുള്ള നിര, എല്ലാം നഷ്ടപ്പെട്ടവരുടെ പൊട്ടിക്കരച്ചിൽ, തലേന്ന് കെട്ടിപ്പിടിച്ചുറങ്ങിയവരെ കാണാത്ത മനുഷ്യരുടെ അന്വേഷണം, ഒന്നും തിരിച്ചു കിട്ടില്ല എന്നറിയപ്പെടുന്നവരുടെ നിസ്സംഗത, അതിൻ്റെ നടുവിൽ ഭ്രാന്തമായ അന്തരീക്ഷത്തിലൂടെ നടക്കുമ്പോൾ എൻ്റെ മൊബൈൽ ഫോണിലെ വാട്സപ്പ് സന്ദേശത്തിൻ്റെ കിളി ചിലച്ചു.
വാട്സപ്പിൻ്റെ സന്ദേശം വന്നാൽ അപ്പോഴപ്പോൾ എടുത്തു നോക്കുന്ന ശീലമുള്ള ഒരാളല്ല ഞാൻ. പല വിധത്തിലുള്ള തിരക്കുകൾക്കിടയിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു നേരത്താണ് അത് നോക്കാൻ സമയമുണ്ടാവുക. പക്ഷേ അപ്പോൾ അതെടുത്ത് നോക്കി. കാരണം ശബ്ദങ്ങൾ നമുക്ക് കിട്ടാനേ ഇല്ല, എല്ലാം സന്ദേശങ്ങളാണ്. ഞാൻ ഇന്നേ വരെ ഈ മഹനീയമായ സമ്മേളനത്തിൻ്റെ വേദിയിൽ നിൽക്കുന്ന ഈ മിനിറ്റ് വരെ നേരിട്ട് കണ്ടിട്ടില്ലാത്തൊരു പെൺകുട്ടി അയച്ച സന്ദേശം, രാത്രി 12:30 മണിക്ക് അവരും ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മന്ത്രിയുടെ നമ്പർ സംഘടിപ്പിച്ച് അയച്ച ഒരു സന്ദേശം. ആ സന്ദേശം 3 വരിയാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ ഭിത്തികളിൽ അവസാനത്തെ ശ്വാസം വരെയും ഞാൻ എഴുതി വയ്ക്കുമെന്ന് ഉറപ്പിച്ച 3 വരികൾ. സാർ, ടി വിയിൽ കാണുന്ന ചൂരൽമലയിലെ കാഴ്ചകൾ കരളു പിടയ്ക്കുകയാണ്. മുല കുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപെട്ടു എന്നൊരു വാർത്ത ഇപ്പോൾ ഒരു ചാനൽ എഴുതി കാണിക്കുന്നു. മുല കുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപെട്ടു എന്ന വാർത്ത ശരിയാണെങ്കിൽ നിറമാറുമായൊരമ്മ വിളിപ്പാടകല കാത്തിരിക്കുന്നുണ്ട് എന്നങ്ങ് അവരെ അറിയിക്കണം എന്നാണ് ആ 3 വരികളിലെ മഹത്തായ ഒരു സന്ദേശം, ഒരു പെൺകുട്ടി എഴുതിയ സന്ദേശം. അതാണ് മലയാളം. കാലദേശങ്ങൾക്കപ്പുറത്ത് കേട്ടു പരിചയമില്ലാത്ത നാട്ടിൽ പൊക്കിൾക്കൊടി ബന്ധമില്ലാത്ത, ചോര ബന്ധമില്ലാത്ത ഒരു കുഞ്ഞ് മുലപ്പാലിന് വേണ്ടി ചുണ്ട് വിറച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ നിറമാറു ചുരത്തുന്ന മാതൃത്വമാണ് മലയാളത്തിൻ്റേത് എന്നതാണ് ഏതു പ്രതിസന്ധികളെയും അഭിസംബോധന ചെയ്യാൻ കേരളത്തിലുണ്ടാകുന്ന കരുത്ത് എന്നുള്ളത് ചെറുതല്ല. അവിടെയാണ് നാം ഒന്നാകുന്നത്. പ്രത്യയശാസ്ത്രത്തിൻ്റെ വലിയ വേലിക്കെട്ടുകൾ നമുക്കിടയിലുണ്ടാകാം. പ്രത്യയശാസ്ത്രങ്ങളിൽ അണുവിട മാറ്റമില്ലാതെ അതിലുറച്ചു തന്നെ നാം മുന്നോട്ട് പോകണം. അതാണ് നമ്മുടെ കരുത്തും, അതാണ് നമ്മുടെ മുന്നോട്ട് പോകാനുള്ള പിന്നെ പിന്തുണയും. പക്ഷേ അതിനെല്ലാം അപ്പുറത്ത് നാം മനുഷ്യനാണ് എന്നൊരു ചിന്തയിൽ മാനവികതയുടെ കൊടിയടയാളങ്ങളായി മാറാൻ നമുക്ക് കഴിയട്ടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. കേരളം മാറ്റത്തിൻ്റെ വഴികളിലൂടെ കടന്നുപോയ അത്ഭുതകരമായ ഒന്നിക്കലുകളുണ്ട്. അതിനെ ചേർത്തു പിടിക്കണം. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയെ നിങ്ങൾക്കറിയാം. യുവകലാസമിതിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം. എഴുത്തുകാരനും പ്രഭാഷകനും കവിയും ഒക്കെയായ ആലങ്കോട് ലീലാകൃഷ്ണൻ. ആലങ്കോട് ലീലാകൃഷ്ണൻ എഴുതിയ കവിതകളിലൊന്ന് ഇനി നമുക്കാരും ഇല്ലെന്ന് തോന്നുമ്പോൾ എന്ന കവിതയാണ്. ഇനി നമുക്കാരും ഇല്ലെന്ന് തോന്നുമ്പോൾ എന്നൊരു കവിത ആലങ്കോട് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കാരും ഇല്ലെന്ന് തോന്നുമ്പോൾ ഒരു നിമിഷം ഈ മണ്ണിനെ ഓർക്കുക. ഇനി നമുക്കാരുമില്ലെന്നു തോന്നുമ്പോൾ ഒരു നിമിഷം ഈ മണ്ണിനെ ഓർക്കുക. പുഴയിറമ്പിലെ പുല്ലുകൾ, പൂവുകൾ, പുഴയിൽ 1000 നക്ഷത്രമീനുകൾ, ഋതുലയം ചേർത്തു പാടുന്ന പക്ഷികൾ, നിബിഡ കാനനം നീളപൂമ്പാറ്റകൾ, ഉടയ ദൈവത്തിനെണ്ണയും കൊണ്ടിതാ പുഴുവൊരാൾ സ്നേഹയാത്ര തിരിക്കുന്നു. ഇനി നമുക്കെന്തു വേണമീ ഭൂമിയിൽ, നിറയെ ജീവന്റെ ബന്ധുക്കളല്ലയോ എന്ന് ആലങ്കോട് എഴുതി വെച്ചതുപോലെ ജീവിതത്തിൻ്റെ ബന്ധുക്കളാൽ നിറഞ്ഞ പ്രകൃതിയുടെ പാഠപുസ്തകമാണ് നമുക്ക് പഠിക്കാൻ കാലം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിൻ്റെ സിലബസ് എന്ന് നാം തിരിച്ചറിയേണ്ട ഒരു ഘട്ടമാണ്. SYSൻ്റെ കേരള യുവജന സമ്മേളനം ഇന്ന് ആരംഭിക്കുന്ന ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ മനസ്സിൽ ഇപ്പോഴും എരിയുന്ന കനലാണ് ചൂരൽമല. 254 പേരുടെ മരണം നാം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാണാതായ 44 പേരിൽ ചിലർ കൂടി പുത്തുമലയിൽ അടക്കം ചെയ്യപ്പെട്ട ഖബറുകളുടെ താഴെയുണ്ടാകും എന്ന് നാം കരുതുന്നുണ്ട്. കുഴിമാടങ്ങളുടെ താഴെയുണ്ടാകും എന്ന് ഞാൻ കരുതുന്നുണ്ട്. രാഹുൽ ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി DNA ടെസ്റ്റിൻ്റെ ഏറ്റവും അവസാനത്തെ പരിശോധനയിലാണ്. അതുകൂടി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യർ ഇനി ഉണ്ടാകില്ല. എത്ര പേരാണ് അവരുടെ കുടുംബങ്ങൾ നഷ്ടപ്പെട്ടത്? എത്ര പേർക്കാണ് ഇനി അങ്ങോട്ട് പോകാനാകാതെ വരുന്നത്? അവരെ പുനർനിർമ്മിക്കുക എന്നുള്ളതാണ് നാം എല്ലാവരും ചേർന്ന് തീരുമാനിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായിട്ടും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ആദ്യഘട്ട അടിയന്തര പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി വരുമ്പോൾ തന്നെ അവരെ പുനർനിർമ്മിക്കാൻ ഒരുമിച്ചൊരിടത്തിനു വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലായിരുന്നു നമ്മളെല്ലാവരും. അവിടെ ചെന്ന് ഞങ്ങളോട് പലരും പറഞ്ഞു, ദൈവം എന്തുകൊണ്ടോ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങൾ പലരെയും പിരിച്ചു ഈ ദുരന്തത്തിലൂടെ. പുനർനിർമ്മാണ പ്രവർത്തനത്തിൽ, പുനരധിവാസ പ്രവർത്തനത്തിൽ ഇനി സർക്കാരും ഞങ്ങളെ പിരിക്കരുത്. ആ ആശയം കൊണ്ടാണ് ടൗൺഷിപ്പ് എന്ന മഹനീയമായ ഒരർത്ഥ തലത്തിലേക്ക് പോകണം എന്ന് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്.
ടൗൺഷിപ്പ് ആകുമ്പോൾ വയനാട്ടിൽ നിന്ന് വന്നവർക്കറിയാം, ഒരുമിച്ച് ഏക്കർ കണക്കിന് ഭൂമി കണ്ടെത്താനാകുന്ന ഒരു ഇടമല്ല വയനാട്. അവിടെ പ്ലാന്റേഷനുകളാണ്, തേയിലക്കാടുകളാണ് അധികവും. ഒരുമിച്ച് താമസിപ്പിക്കാൻ 25 പ്ലാന്റേഷനുകളെ കണ്ടെത്തി. ആ പ്ലാന്റേഷനുകളിൽ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘം സുരക്ഷിതം എന്നു കണ്ടെത്തിയ 9 പ്ലാന്റേഷനുകളിൽ അവസാനിച്ചു. ആ 9 പ്ലാന്റേഷനുകളിൽ ചൂരൽമലയിലെ മനുഷ്യർ പറഞ്ഞൊരു വികാരമുണ്ട്, ഞങ്ങൾക്ക് മേപ്പാടിയിൽ താമസിക്കണം, അല്ലെങ്കിൽ മേപ്പാടിയോട് അടുത്ത ഇടത്തു താമസിക്കണം. മേപ്പാടിയിൽ തന്നെ നിശ്ചയിച്ചു. അതിനടുത്ത് കൽപ്പറ്റയിലുമായി 9 പ്ലാന്റേഷനുകളിൽ 2 എണ്ണം, നെടുമ്പാലയും എൽസ്റ്റോണും. ഒക്ടോബർ 4 തന്നെ എല്ലാം ഏറ്റെടുക്കാൻ നാം നിശ്ചയിച്ചു. ആ ഏറ്റെടുക്കലിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഈ സമ്മേളനത്തെ ഇനിയുള്ള 2 പകലുകളിലും രാത്രികളിലും ആവേശഭരിതമാക്കാൻ പ്രിയപ്പെട്ട ഉസ്താദ് നമുക്കിടയിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഉസ്താദ് വന്ന നേരം ഞാൻ പറയാൻ വെച്ച അവസാനത്തെ വാക്കിൻ്റെ നേരമാണ്. ഒക്ടോബർ 4 തന്നെ നെടുമ്പാലയിലും എൽസ്റ്റോണിലും 2 എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. നിർഭാഗ്യവശാൽ ചെറിയ കേസുമായി പോയി എന്നുള്ളത് കൊണ്ട് ഇത്തിരി കാല വിളംബമുണ്ടായി. കോടതി പറയാത്തത് കൊണ്ട് ഇത്തിരി സമയം ഉണ്ടായി. എന്നാൽ ഇന്ന് ഈ കേരള യുവജന സമ്മേളനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ നമ്മളെല്ലാം ആവേശം കൊള്ളിക്കുന്നത്, നമ്മളെല്ലാം അഭിമാനം കൊള്ളിക്കുന്നത്, നമ്മളെല്ലാം കരുത്തു പകരുന്നത് ഒക്ടോബർ 4 സർക്കാർ തീരുമാനിച്ചതുപോലെ നെടുമ്പാലയിലെയും എസ്റ്റോളിനെയും എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ കേരളത്തിലെ ഹൈക്കോടതി ഇന്നത്തെ വിധിയിലൂടെ സംസ്ഥാന സർക്കാരിന് അനുവാദം തന്നിരിക്കുന്നു എന്ന അഭിമാനകരമായ വസ്തുതയോടെ ജനുവരി മുതൽ ചൂരൽമലയെ പുനർനിർമ്മിക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും എന്ന് പ്രഖ്യാപിക്കപ്പെട്ട നേരത്താണ് നിങ്ങളുടെ ഈ സമ്മേളനം ആരംഭിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതിലുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് സമയം അവസാനിക്കപ്പെട്ട ഒരു ഘട്ടത്തിൽ ദീർഘമായ ഒരു സംസാരത്തിന് മുതിരാതെ ഈ യുവജന സമ്മേളനം നാളുകളിൽ കേരളം പ്രതീക്ഷിക്കുന്ന മഹത്തായ ആശയങ്ങൾക്ക്, മഹത്തായ പ്രവർത്തനങ്ങൾക്ക് സമാനതകളില്ലാത്ത വിധം ലോകത്തിൻ്റെ മുമ്പിൽ കേരളം അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരിടമായി ഈ സമ്മേളന വേദി മാറട്ടെ. 3 ദിവസത്തെ സമ്മേളനവും ഏറ്റവും ക്രിയാത്മകമാകട്ടെ. കേരളത്തിൻ്റെ മുന്നോട്ടു പോക്കിൽ ശ്രദ്ധേയമായ സംഭാവനകളുമായി അവങ്കുരം ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാനാകട്ടെ എന്ന ആശംസകളോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.